Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്ന സിമ്പിൾ ട്രിക്ക് എക്സ്പെരിമെന്റ് മാജിക് ട്രിക്കുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി വീഡിയോ ആണ് വന്നിരിക്കുന്നത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലത്തെ ഒരു വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം വീഡിയോ കാണുക, വീഡിയോ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തിക്കഴിഞ്ഞാൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു തെർമോക്കോളിൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട്. അത് നീളമുള്ള തെർമോക്കോളാണ്. അതിൻ്റെ ഒരു ശകലം നമുക്ക് ഈ ഒരു വീതിക്ക് ഇതുപോലെ ഇങ്ങനെ ആ നീളത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു ആ നീളത്തിൽ ഞാനിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇനി ഞാൻ സ്കെച്ചിൻ്റെ ഒരു മാർക്കറുണ്ട്. ഈ മാർക്കറുണ്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ലൈൻ ഇങ്ങനെ വരച്ചിട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കിങ്ങിന് വേണ്ടിയാണ്, അതായത് ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ. അത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അത് നമുക്കിങ്ങനെ ചുമ്മാ കുറേ അങ്ങനെ മാർക്ക് ചെയ്ത് ഇടുക. അപ്പോൾ ഞാൻ തെർമോക്കോൾ കണ്ട ഇതുപോലെ സൈസാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതുപോലെ മാർക്ക് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് ഞാൻ മാജിക്ക് കാണിക്കാൻ പോകുന്നുണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം വേണ്ടത് നമുക്ക് ഇതുപോലത്തെ ഒരു മഗ്ഗാണ് വേണ്ടത്, അതായത് കോഫി മഗ്. അതിപ്പം പ്ലാസ്റ്റിക് ആയാലും പൊട്ടുന്ന എന്തായാലും ഒരു സിറാമിക്കിൻ്റെ ആയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ കോഫി മഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, നല്ല ഒരു ബലത്തിലുള്ളതാണ്. അപ്പോൾ ഈ മഗ് ഞാൻ ഇവിടെ ഒരു പരന്നൊരു പ്രതലത്തിനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന തെർമോക്കോളിൻ്റെ പീസ് നമുക്ക് പയ്യെ ഈ മഗ്ഗിലേക്ക് ഇങ്ങനെ ഇറക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, സാധാരണ ഇങ്ങനെ ഇറക്കുന്നുണ്ട്. ഇത്രയും നീളമുള്ള ഒരു തെർമോക്കോൾ നമ്മളൊരു ഈ ഒരു ചെറിയൊരു മഗ്ഗിനകത്തോട്ട് ഇറക്കുന്ന വിദ്യയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇത് ഫുള്ള് നമ്മൾ ഈ മഗ്ഗിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ എന്ത് മറിമായാണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ മഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ചുറ്റിനും കാണുന്നുണ്ടല്ലോ നമുക്ക് എന്താ അതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളത്. ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. അത് അതേപടി തന്നെ നമ്മളൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞാൽ എടുത്തിരിക്കുന്നത് നമ്മുടെ കുപ്പിക്കകത്ത് കാണുന്നത് നമ്മുടെ പെട്രോളാണ്. ഇനിയിപ്പോൾ പെട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് NC തിന്നർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള എന്തെങ്കിലും അത് നമുക്ക് ഉപയോഗിക്കാം. അതിനകത്ത് സ്വല്പം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന മാജിക്ക് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഈ മഗ്ഗിലേക്ക് കുറച്ച് പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. ഈ പെട്രോളിലേക്ക് നമ്മൾ ഈ തെർമോക്കോൾ ഇങ്ങനെ ഇറക്കുമ്പോൾ ഇതുപോലെ ലയിച്ച് പോകുന്ന കാണാം, അതായത് അലിഞ്ഞ് തീർന്നതായിട്ട് കാണാം. അത് തിളയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിങ്ങനെ തീർന്ന് അതിൻ്റെ അകത്തിട്ട് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ട്രിക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ഫുള്ള് മുഴുവനും തീർന്ന് പോയി ലയിച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്താണെന്നുള്ളത് ഇപ്പം കപ്പ് എടുത്തിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിനകത്തുണ്ട് കുഴമ്പ് രൂപത്തിൽ അങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, പേസ്റ്റ് രൂപത്തിൽ അതിങ്ങനെ കിടപ്പുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് ട്രിക്ക്. ഇനി നമുക്ക് അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു എൻവലപ്പ് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ഗ്ലാസ് അകവും പുറവും കാണാവുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ്സാണ്. ഇതിൻ്റെ അകത്തും പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഞാനിപ്പോൾ ഇവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ചെറിയൊരു ബോർഡ്, അതില്ലെങ്കിൽ ഒരു കടലാസോ അതിൻ്റെ കട്ടിയുള്ള എന്തെങ്കിലും ഒരു വൈറ്റ് പേപ്പർ എന്തെങ്കിലും എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ ബോർഡിൽ തിരിച്ച് ജസ്റ്റ് എന്തുമ്പോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ 2 ആരോ മാർക്ക് കാണാം. ഈ ആരോ മാർക്ക് നമ്മളെങ്ങോട്ടായിരിക്കുന്ന റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത്. അത് ഗ്ലാസിൻ്റെ അപ്പർ സൈഡ് വെച്ചാലും അതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആ ഗ്ലാസ്സിലിട്ട് ഒഴിക്കാൻ പോവാണ്. എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ ആ ഗ്ലാസ്സിലിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വരച്ചിരിക്കുന്ന ആരോമാർക്കുള്ള പീസ് ഉണ്ടല്ലോ, അത് ഞാൻ മേളിൽ നിന്ന് പയ്യെ താഴോട്ട് ഇറക്കുവാണ്. എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക് തന്നെ കണ്ടു നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് തന്നെ ആരോ മാർക്ക് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടല്ലേ, ഇത് അകത്തി പിടിച്ചിട്ട് ഞാനൊന്ന് താഴോട്ട് ഇറക്കാൻ പോവാണ്. എന്താ സംഭവിക്കുക എന്നുള്ളതൊന്ന് കാണാം. ആ ഗ്ലാസിൻ്റെ അവിടെ നിന്ന് സ്വല്പം ദൂരത്തേക്ക് മാറ്റി വെച്ചിട്ട് കാണാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ആരോ മാർക്ക് റൈറ്റ് സൈഡിലോട്ടുള്ള ആരോ മാർക്ക് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ആരോ തിരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. കണ്ടില്ലേ, ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ആരോ മാർക്ക് തിരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ദൂരെ വെച്ചിട്ട് എന്നെ എത്തിച്ചിട്ട് വെള്ളം ഒഴിച്ച് നോക്കാം. അന്നേരം എന്താ സംഭവിക്കും എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം.
ഇപ്പോൾ കണ്ടില്ലേ, റൈറ്റ് സൈഡിലേക്കുള്ള ആരോമാർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഇതിനകത്ത് ഈ ഗ്ലാസ് ട്രിക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, രണ്ടാമത്തെ ട്രിക്ക് കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.